എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് 2.5 സെൻറ്റിമീറ്ററിൽ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമുക്കത് വരച്ചെടുക്കാം. എന്നിട്ട് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ ആ പേപ്പർ ഫുള്ളായിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇത് വിടിയിപ്പിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പെറ്റൽസ് കിട്ടും. നമുക്ക് ആകെ ഇതിൽ നിന്ന് 8 പെറ്റൽസ് മാത്രമേ ആവശ്യമുള്ളൂ. അതെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ 8 പെറ്റൽസും മടക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് ഒരു സിസേഴ്സോ പെൻസിലോ യൂസ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മഞ്ഞ പേപ്പറാണ് ആവശ്യമുള്ളത്. അതിനകത്ത് സ്കെയിൽ വെച്ച് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ പറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പെറ്റൽസ് എടുക്കാം. അതിൻ്റെ ആ മടക്കിയ ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ പെറ്റൽസും ഒട്ടിക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു 4 പെറ്റൽസ് ഒട്ടിച്ചെടുക്കണം. നമ്മൾ 4 പെറ്റൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പെറ്റൽ എടുത്തിട്ട് 2 പെറ്റലിൻ്റെ നടുക്ക് ഒരു പെറ്റൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് സിമ്പിളാണ്. നിങ്ങൾ കാണുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ 8 പെറ്റൽസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു വയറാണ് വേണ്ടത്. അതിനകത്ത് ഇതുപോലത്തെ ഒരു ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലോറൽ ടേപ്പ് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. വയറിന് പകരം നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 4 വയേഴ്സ് ആവശ്യമുണ്ട്. അതിനകത്തും നമുക്ക് ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 4 വയേഴ്സിലും ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വലിയ വയറിനകത്തോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ എടുത്ത് അതിൻ്റെ മേളിലോട്ടും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 4 ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമുക്ക് ഫ്ലവർ വേസിലും ബോട്ടിൽസിലും ഒക്കെ വയ്ക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് പേപ്പറാണ്. അതെല്ലാവരും വീട്ടിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.